हाय बच्चों। तो पिछले दिन हमने पुल बनी थी माँ के बारे में कुछ बात हमने पढ़ी है। तो पिछले दिन हमने कई पंक्तियां हमने पढ़ी हैं, उसके बाकी भाग तो सुनिए। അമ്മയുടെ ഓരോ വാക്കിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ബാക്കി ബൂട്ടേ ഹോനെ की आदत हम देखते हैं, हम देखते रहे हैं। उसी प्रकार धीरे धीरे टूटती रही माँ। माँ धीरे 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 पदके पदके माँ टूटती रही। माँ दुर्बल हो रही है, माँ दुर्बल हो गई है, टूटती रही। हाथों हाथ रहती माँ। हम हमेशा माँ हमेशा अपने हाथों हाथ रहती थी। ഞങ്ങളെ ഏതു സമയത്തും ഹാത്തോ ഹാത്താണ്, നമ്മൾ എപ്പോഴും ഞങ്ങളുടെ കൈകളിൽ മാറ്റി സഹായിച്ചു കൊണ്ടിരുന്നു അമ്മ. ഏത് സമയത്തും ഞങ്ങളെ ഹാത്തോ ഹാത്ത് രഹത്തി, ഞങ്ങളെ നിയന്ത്രിച്ചിരുന്നു അമ്മ. ഞങ്ങളെ നിയന്ത്രിച്ചിരുന്നു, ഞങ്ങളുടെ ഏത് സമയത്തും ഞങ്ങളെ സംരക്ഷിച്ചിരുന്നു അമ്മ. എപ്പോഴും एक दिन हमारे कंधों में आ गई। धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना। एक दिन ഒരു ദിവസം एक दिन हमारे कंधों में, ഞങ്ങളുടെ कंधों में, ഞങ്ങളുടെ ചുമലില്, കന്ധം മനെ ചുമലിന, തോളുന്നില്ല, ചുമല്, कंधों में आ गई, ഞങ്ങളുടെ ചുമലിലേക്ക് ആയി അമ്മ. ഞങ്ങളുടെ ചുമലിലേക്ക് വന്നു അമ്മ. ഞങ്ങളുടെ ചുമലിലേക്ക് ചായാൻ തുടങ്ങി അമ്മ. ധീരെ ധീരെ മഹസൂസ് करने लगे. പതുക്കെ പതുക്കെ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. മഹസൂസ് കർണ, ഞങ്ങൾ അനുഭവിച്ചു. എന്താ അനുഭവിക്കാൻ തുടങ്ങിയത്? ഹം അപ്നെ വൃഷഭ് കന്ധോം മേ, ഞങ്ങളുടെ ശക്തമായ തോള്. വൃഷഭ് കന്ധ എന്ന് പറഞ്ഞാൽ ശക്തമായ തോൾന്ന, വൃഷഭ് എന്ന് പറഞ്ഞാൽ ശക്തമായ എന്നാ, ശക്തിയുള്ള. ഞങ്ങളുടെ ശക്തമായ തോളില് മാക്കാ ഭാരി ഹോന, അമ്മ ഭാരമായിട്ട് തോന്നുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ചുമല് നല്ല ശക്തിയുള്ള ചുമല ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളെ സഹോദരന്മാർക്ക് ശക്തമായ വൃഷഭ് കന്ധേ, എല്ലാവർക്കും ഞങ്ങളുടെ ചുമലുകളൊക്കെ നല്ല ശക്തിയുള്ളതായിരുന്നു. ലേക്കിൻ അഭി തോ മാ की आवाज, माँ धीरे धीरे बूढ़े होने की आदत दिखाई पड़ती है. तभी तो अपने अपने कंधों पर ഓരോരുത്തരുടെ ചുമലില് മാം ഭാരി ഹോ ഗയി, അമ്മ ഭാരിച്ചതായി. അമ്മ ഞങ്ങൾക്കൊരു ഭാരമായി തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ചുമലെന്ന് പറയുന്നത് ശക്തമായ ചുമലായിരുന്നു, തോളായിരുന്നു, നല്ല ശക്തിയുണ്ട്. അമ്മേനെയൊക്കെ എടുത്തുകൊണ്ടുപോകാൻ പറ്റും ഞങ്ങളുടെ ചുമലിൽ, ഒരു പ്രശ്നവും ഞങ്ങൾക്കാർക്കില്ല. പക്ഷേ അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അമ്മ ഏകദേശം വയസ്സായി, ഏകദേശം മരിക്കാറായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന സമയത്ത്, കിടപ്പിലാവുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിപ്പോയി, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോയി, ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഭാരമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഐസി അവസ്ഥാമേ, ऐसी अवस्था में, അങ്ങനെയുള്ള അവസ്ഥയിൽ क्या रही हो रही है, इसी प्रकार के वृद्धाश्रम में मां को भर्ती कराई गई है. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അമ്മേനെ നമ്മൾ എന്ത് ചെയ്യുക? വൃദ്ധാശ്രമത്തിലേക്ക് ചേർക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താ? വൃദ്ധാശ്രമത്തിൽ ഏതു സമയത്തും അമ്മ മക്കളെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കും അമ്മയ്ക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും വൃദ്ധാശ്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് ആശ്രമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൃദ്ധകളെയൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ച് പാർപ്പിക്കാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാവുന്നു, ജോലിക്ക് പോകണം, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി അമ്മ ഭാരമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉസി പ്രകാർ അതുപോലെ അതുപോലെ ഈ സഹോദരന്മാരുടെ ഇടയിൽ മാം ഭാരി ഹോ രഹി ഹേ, यानी माँ अपने वृषभ कंधों में, भाइयों के वृषभ कंधों में, ശക്തമായ കന്ധോं में, ചുമലുകളില്, തോളുകളില് മാം ഭാരി ഹോന, മാം ഭാരി ഹോ രഹി ഹേ, മാം ഭാരിച്ചതാകുന്നു. അമ്മ ഞങ്ങൾക്കൊരു തടസ്സമായിരുന്നു. നേരത്തെ ഒരു തടസ്സമില്ലാണ്ട് ഓടിക്കൊണ്ടിരുന്ന അമ്മ ഇന്ന് ധടക്ക് ഹേ, ഇന്ന് കിസി ആഘാത് ഹേ.
ധഡ്കൻ ഹേ. ഇന്ന് അതൊരു വലിയ ഒരു ആഘാതമാണ്, അതൊരു വലിയൊരു സ്പന്ദനമാണ്, വലിയൊരു പ്രശ്നമാണ് ഈ സഹോദരന്മാർക്ക്. നേരത്തെ അതല്ലായിരുന്നു. എപ്പോഴും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. ഇപ്പം ഞങ്ങൾക്ക് അമ്മ ഭാരിച്ചതായിട്ട് തോന്നി. എപ്പോഴാണെന്നറിയോ ആ സമയം, എപ്പോഴാണെന്നറിയോ ഭാരിച്ചതായിട്ട് തോന്നുന്നത്? അമ്മയ്ക്ക് വൃദ്ധാവസ്ഥയിലേക്ക് പോകുമ്പോൾ, അമ്മയ്ക്ക് രോഗമാകുമ്പോൾ, ആ സമയത്താണ് ഇവർക്ക് ഭാരമായിട്ട് തോന്നുന്നത്. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. ആ ഭാഗം ഒന്നുകൂടെ നോക്കാല സ്റ്റാൻസ് നമുക്ക്. माँ के बार बार कहने को हम मान कर चलते रहे. അമ്മ ഞങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു പോയി, ഞങ്ങൾ അമ്മ പറയുന്ന അനുസരിച്ചു പോയി. ബൂട്ടെ ഹോനെക്ക് ആദത്ത്. ഇപ്പം ഞങ്ങൾക്ക് എന്തുണ്ടായിന്നറിയോ? അമ്മ വയസ്സാകുന്ന ആ സ്വഭാവം, അപ്പനീ ഹർ ആവാസ് മേ, അവരുടെ ഓരോ അമ്മയുടെ ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ പതുക്കെ പതുക്കെ അമ്മയെ ആ ദുർബലയായിക്കൊണ്ടിരുന്നു. ടൂട്ടിത്ത് രഹി മാ, അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്നു. യാനെ ധീരെ ദാ ധീരെ മാ ദുബലി ഹോ ഗയി ഹേ, ദുബലി പത്തലി ഹോ രഹി ഹേ, ആവാസ് भी दुर्बल हो रही हैं. आप बच्चों को संभालने की कोई सुविधा अपने माँ के पास नहीं है. हाथों हाथ रहती तो माँ बहुत चलते समय, माँ चलते समय हमेशा हाथों हाथ रहती थी, अपनी सहायता करती थी माँ, अपने संभालती थी माँ, अपने आप को संभालती थी और बच्चों को संभालती थी. लेकिन एक दिन हमारे कंधों में, लेकिन പക്ഷേ ഒരു ദിവസം അമ്മ ഞങ്ങളുടെ ചുമലിലേക്ക് വന്നുവിട്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ശക്തമായ ചുമലുകളിൽ, ഞങ്ങൾ ഒരുപാട് സഹോദരന്മാരുണ്ട്, ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ അമ്മ ഭാരിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി. അടുത്ത ഭാഗം നോക്കാലോ. जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही हो तो हैं. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. जब तक जीवित रही माँ, जब तक ഏത് വരെ എന്നാ ഒരു പ്രയോഗ. ജബ് തക്, തബ് തക്, തബ് തക്, ജബ് തക്, ഏതുവരെയാണോ മാ ജീവിത് രഹി, അമ്മ ജീവിച്ചിരുന്നത്. അമ്മ നല്ല ഓജസ്സോട് കൂടിയിട്ട് ഏത് കാലഘട്ടം വരെയാണോ ജീവിച്ചിരുന്നത്, ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ, ഞങ്ങൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമല് മാറ്റാൻ തുടങ്ങി. ബദൽത്തെ രഹേ അപ്നെ കന്ധേ, ഞങ്ങളുടെ ചുമല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ തുടങ്ങി. മാ ആഖിർ മാ ഹി ഹോത്തോ ഹേ, അമ്മ അമ്മ തന്നെയാണ്. മാ മാ ഹി ഹോത്തോ ഹേ, അമ്മ അമ്മയാണ്. അതതിനർത്ഥം. മാഖിർ, അവസാനം ആഖിർ എന്ന് പറഞ്ഞാൽ ഹം ബദലിനെ മാറുക എന്നാണ്. മാറ് ബദൽത്തേ രഹേ അപ്പനെ കന്ധേ, എന്താ നമ്മുടെ ചുമല. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ്, बार बार अरेक तो भाई, अगले भाई तो बड़े भाई के घर में, छोटे भाई के घर में, और उसी प्रकार हर एक घर में माँ को पहुंचाते थे. അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അനുജൻ കുറച്ചു കാലം എന്തു ചെയ്യും? ഏട്ടൻ്റെ വീട്ടിലേക്ക് തട്ടിക്കൊടുക്കും. ഏട്ടൻ എന്ത് ചെയ്യും? അനിയൻ്റെ വീട്ടിലേക്ക് സമയമാകുമ്പോൾ ഉടനെ തന്നെ ഈ അനിയൻ എന്ത് ചെയ്യും? അടുത്ത അനുജൻ്റെ, ഈ അനിയൻ എന്ത് ചെയ്യും? സഹോദരീൻ്റെ. ഐസി ഐസി കൈ ഘരോമേ കൈ, അങ്ങനെ അങ്ങനെ ഓരോ വീടുകളിലും മാക്കോ പഹുഞ്ചാത്തേ ഥേ, അമ്മയെ എത്തിച്ചു കൊണ്ടിരുന്നു. ലേക്കിൻ പഹലി അവസ്ഥാമേ കൈസി ഥീ മാ, മുമ്പത്തെ അവസ്ഥയിൽ എന്തായിരുന്നു അമ്മ? അമ്മ ഏക് റേൽ ഗാഡിക്ക് സമാൻ, ഒരു തീവണ്ടി പോലെ ചൽത്തി രഹത്തി थी, चुक चुक जाती थी, चक चक जाती थी माँ. लेकिन अभी तो हर एक बच्चा, अभी तो हर एक बेटा अपनी माँ को छोड़ रहे हैं, अपनी माँ को छोड़ने की आदत करते रहे. അമ്മയെ, സ്വന്തം അമ്മയെ ഒഴിവാക്കാനുള്ള ആ സ്വഭാവം മക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവസ്ഥ.
മാഖിർ മാഖി ഹുതോ ഹേ. അമ്മ എന്ന് പറയുന്നത് അമ്മ തന്നെയാ, അമ്മയാണ് അമ്മ എന്ന് പറയുന്നത്. ബാർ ബാർ ഹമേം കംതേ ബദൽത്തേ ദേഖ്, ബാർ ബാർ വീണ്ടും വീണ്ടും. ഹമേം, ഹമേ എന്ന് പറഞ്ഞാൽ ഹം കൂട്ടണം കോ, അത് കൂടിയിട്ടാണ് ഹമേ എന്ന് വരുന്നത്. ഹം കോ അല്ലെങ്കിൽ ഹമേം, ഹം പ്ലസ് കോ ഹമേം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു കോ എന്ന് പറയുന്ന ഒരു പ്രത്യയം കൂടി കൂടിച്ചേർന്നാൽ എന്താ, ഈ സർവനാമത്തിൻ്റെ കൂടെ ഹം എന്ന് പറയുന്ന ഇതിൻ്റെ കൂടെ ഒരു കോ എന്ന് പറയുന്ന പ്രത്യയം കൂടി കൂടിച്ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ഹമേ എന്ന് വരുന്നത്. ഹം പ്ലസ് കോ ഹമേ. ഹം പ്ലസ് നേ എന്ന് പറഞ്ഞാലോ നേക്കോസെ കാക്കേക്ക് മേ, അതൊക്കെയല്ലേ പ്രത്യയങ്ങൾ നമുക്കറിയാലോ, ഓരോ പ്രത്യയം. അപ്പോൾ ഹം പ്ലസ് കോ ഹംകോ അല്ലെങ്കിൽ ഹമേ. ഹം പ്ലസ് നേ ഹം നേ. ഹം പ്ലസ് കാ ഹമാരാ. ഹം പ്ലസ് കെ ഹമാരേ. ഹം പ്ലസ് കി ഹമാരി. ഹം പ്ലസ് കോ ഹംകോ അല്ലെങ്കിൽ ഹമേ. ബാർ ബാർ വീണ്ടും വീണ്ടും. ഹമേ കന്ധേ ബദൽത്തേ ദേഖ്, മാറി മാറി ചുമല് തോളുകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അമാരേ കന്ധോസേ, ഒരു ദിവസം എന്തുണ്ടായിന്നറിയോ, അപ്പനേ കന്ധോസേ ഞങ്ങളുടെ ചുമലുകളിൽ നിന്ന് ഉതർ ഗയി മാ, മാ ഉതർ ഗയി, यानी हमेशा के लिए इस दुनिया से मां चली गई, हमेशा के लिए इस दुनिया से मां चली गई माने क्या है, इसका अर्थ क्या है, कंधों से उतर गई मां, मां की मृत्यु हो गई है, मां की मृत्यु हो गई है. അമ്മ മരിച്ചു പോയിരിക്കുന്നു, അമ്മയുടെ അവസാനം വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരു ചുമലിൽ നിന്ന് മറ്റേ ചുമലിലേക്ക് മാറ്റി, ഒരു വീട്ടിൽ നിന്ന് അനിയന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മാറി മാറി നോക്കി നിൽക്കേ ഞങ്ങളുടെ മാ, ഹമാരി മാ, അപ്പനി മാ हमेशा के लिए इस दुनिया से छुड़ी हो गई है, इस दुनिया से चली गई है. ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, ഈ ദുനിയാവിൽ നിന്ന് പോയിരിക്കുന്നു മാതാജി. मां के कंधों से उतरते ही उतर गए हमारे कंधे, मां के कंधों से उतरते ही, ഈ ചുമലിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയതിന് ശേഷം എന്തുണ്ടായിന്നറിയോ, ഹമാരേ കന്ധേ ഞങ്ങളുടെ ചുമലും കൂടി എന്തായിപ്പോയി, ദുർബൽ ഹോ ഗയേ, ഞങ്ങളും ദുർബലരായിപ്പോയി, ഞങ്ങളും ഒന്നുമില്ലാണ്ട, ഒരു ശക്തിയുമില്ലാണ്ട, ഞങ്ങളുടെ ശക്തമായ തോളൊക്കെ ഇല്ലാണ്ടായിപ്പോയി. ഞങ്ങൾ അമ്മ പോയതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അതിൽ ബോക്സിലുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കാം, അത് ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കുക. പുൽ ബനീധി മാ സെ ക്യാ താത്പര്യ ഹൈ, പുൽ ബനീധി മാ സെ ക്യാ താൽപര്യ ഹൈ, എന്താണ് പുൽ ബനീധി മാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് പുല്ലിന്റെ ജോലി? പുൽ എന്ന് പറയുന്ന പാലത്തിന്റെ ജോലി എന്താണ്? पुल दोनों किनारों को जोड़ती है. उसी प्रकार मां भाइयों को जोड़ती है. അതുപോലെ ഒരു പാലം എന്ന് പറയുന്നത് എന്താ, ചോദ്യം എന്താണെന്നറിയോ, മാ പുൽ ബനീധി സേ ക്യാ താത്പര്യ, എന്താണ് അതിൻ്റെ അർത്ഥം? എന്തായാലും താല്പര്യം എന്നാണ് അതിൻ്റെ അർത്ഥം, എന്താണ് മതലബ് ക്യാ, എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു പാലം എന്ന് പറയുന്നത് 2 തീരങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ് പാലം എന്ന് പറയുന്നത്. അതുപോലെ അമ്മ ഏതു സമയത്തും ബച്ചോക്കോ, കുട്ടികളെ അല്ലെങ്കിൽ സഹോദരന്മാരെ, കുട്ടികളെ ജോഡിനെ വാലി പുൽത്തി, കൂട്ടിച്ചേർക്കുന്ന പാലമായിരുന്നു. यानी അതായത് मां बड़े प्यार से अपनी संतानों को, अपने बच्चों को, अपने बेटों को पालन पोषण करती है, പോറ്റി വളർത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാലം എന്ന് പറയുന്നത് 2 തീരങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ്. അതുപോലെ കുട്ടികളെ കൂട്ടിച്ചേർക്കുന്ന ഒരു പാലമാണ് അമ്മ. അമ്മ തൻ്റെ മക്കളെ ഏതു സമയത്തും വളരെ സ്നേഹത്തോടു കൂടി പോറ്റി വളർത്തുന്നു.
कोई भेदभाव के बिना, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് हर एक बच्चों को ഓരോ കുട്ടീനെ മാ एक साथ ഒരുപോലെ പാലൻ പോഷൺ करती है, ഒരുപോലെ പോറ്റി വളർത്തുന്നു. യഹി ഇസ്കാ മത്ലബ് ഹൈ. ഇതാണ് പുൽ ബനി थी മാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. पुल बनी थी माँ से क्या तात्पर्य है? पुल दोनों किनारों को एक साथ जोड़ती है. उसी प्रकार माँ बच्चों को जोड़ने वाली पुल थी, यानी माँ अपनी संतानों को, अपने बेटों को बहुत प्यार करती हैं. രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ബോക്സ് ക്വസ്റ്റ്യൻ അതോടെ ഒന്ന് നോക്കാം നമുക്ക്. ബൂട്ടാ രഹി ഹെ മാ, ഇസ്കാ ആശയ ക്യാ ഹെ? മാ ബൂട്ടാ രഹി ഹെ, ബൂട്ടി ഹോ രഹി ഹെ, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു. ബൂട്ടാ രഹി ഹെ മാ, മാ ബൂട്ടി ഹോ രഹി ഹെ. ഇസ്കാ ആശയ, എന്താണ് ഇതിൻ്റെ ആശയം? അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണെന്നാണ് ചോദിക്കുന്നത് കവി. അപ്പം കവി കഹത്തെ, കവി പറയുകയാണേ, ധീരെ ധീരെ മാ ദുബലി ഹോ ഗയി ഹെ. പതുക്കെ പതുക്കെ എന്തായിട്ടുണ്ട് അമ്മ? അമ്മ ദുബലി ഹോ രഹി ഹെ, ദുബലി ഹോ ഗയി ഹെ, മെലിഞ്ഞു പോയിട്ടുണ്ട്. അമ്മ ദുർബൽ ഹോ ഗയി ഹെ, അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാ മാ കി ആവാസ്, അമ്മയുടെ ശബ്ദം വാഹിത്തോ ടൂട്ടുത്തി ഹെ, പൊട്ടിക്കൊണ്ടിരിക്കുന്നു. യാനെ, അതായത് മാ കി ആവാസ് ദുർബൽ ഹോ രഹി ഹെ, അമ്മയുടെ ശബ്ദവും ദുർബലയായിക്കൊണ്ടിരിക്കുകയാണ്. यानी अदायद अब बच्चों को, अपने बच्चों को, अपनी संतानों को संभालने का, यानी अपने बच्चों को संरक्षण करने की या संभालने की शक्ति मां को नहीं है. ഇപ്പോൾ നമ്മുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തി ആർക്കില്ല? അമ്മയ്ക്കില്ല. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ ബൂട്ടി ഹോ രഹി ഹെ മാ, മാ ബൂട്ടാ രഹി ഹെ, ഇസ്കാ ആശയ ക്യാ ഹെ? എന്താണ് ഇതിൻ്റെ ആശയം? മാ ധീരെ ധീരെ ദുബലി ഹോ ഗയി ഹെ, അമ്മ പതുക്കെ പതുക്കെ അമ്മ മെലിഞ്ഞു പോയിട്ടുണ്ട്. അമ്മയുടെ ശബ്ദങ്ങൾ ദുർബൽ ഹോ ഗയി ഹെ, ഹോ രഹി ഹെ, വാവാസ് ബി ദുർബൽ ഹോ രഹി ഹെ, അമ്മയുടെ ശബ്ദം വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. യാനെ, അതായത് അബ് ബച്ചോക്കോ, ഇപ്പൊ കുട്ടികളെ, അപ്പനി സന്താനമൊക്കെ, സ്വന്തം മക്കളെ സംഭാലനയ്ക്ക് ശക്തി മാക്കോ നെഹി ഹെ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തി അമ്മക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ബൂട്ടാ രഹി ഹെ മാ എന്ന് പറയുന്നതിൻ്റെ ആശയം. ഒരു ചോദ്യോടെ നമുക്കതിലുണ്ട്. മാ ആഖിർ മാ ഹി തോ ഹെ, इससे क्या क्या आपने क्या समझा? मां आखिर मां ही तो है, मां അവസാനം മാ ഹി തോ ഹെ, അമ്മ അമ്മയാണ്. അതതിൻ്റെ അർത്ഥം. അമ്മ അമ്മയാണെന്ന. അമ്മയാണെങ്കിൽ മാ ഹേ, അമ്മയാണ്. അതാണ് ऐसे क्या आपने क्या समझा? यानी ഇന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മാ अपने बच्चों को, अम्मा തൻ്റെ കുട്ടികളെ, തൻ്റെ സന്താനങ്ങളെ, अपनी संतानों को कभी भी ഒരിക്കലും भूली नहीं जा सकती, भूलती नहीं है. അമ്മ ഒരിക്കലും തൻ്റെ കുട്ടികളെ മറക്കില്ല. हमेशा अपनी संतानों को, എപ്പോഴും തൻ്റെ കുട്ടികളുടെ ഭലായി ചാഹത്തി ഹെ മാ. അമ്മ എപ്പോഴും തൻ്റെ മക്കളുടെ, തൻ്റെ കുട്ടികളുടെ ഭലായി ചാഹത്തി ഹെ, നന്മയാണ് ആഗ്രഹിക്കുന്നത് ഏതു സമയത്തും. നേരെ മറിച്ച് അതിൻ്റെ ചീത്തയല്ല അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മ എപ്പോഴും ഏത് ചിത്തയായ കുട്ടിയായാലും അല്ലെങ്കിൽ ഏത് മോശമായ മകനായാലും തിരക്കേടില്ല, എപ്പോഴും അമ്മയുടെ മനസ്സിൽ എൻ്റെ മോൻ നന്നാവണേ, എൻ്റെ മോൻ ചെയ്യില്ല, അത് നല്ലതാണ് എന്ന് മാത്രമേ എൻ്റെ അമ്മ ഏത് സമയത്തും അമ്മയുടെ മനസ്സിലുണ്ടാവും. ഒരിക്കലും തെറ്റ് ചെയ്യില്ല എൻ്റെ മകൻ എന്ന് മാത്രമേ എല്ലാ അമ്മയും ചിന്തിക്കൂ. അങ്ങനെയായിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. മാ ഹി ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയാണ്. അമ്മ കുട്ടികളെ ഒരിക്കലും മറക്കില്ല. അമ്മ എല്ലായ്പ്പോഴും കുട്ടികളുടെ നന്മയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഇതിൻ്റെ
ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം. നോട്ട് നമ്മൾ തരും, കൃത്യമായിട്ട് ഇതിൻ്റെ സമ്മറി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പണി ഉണ്ട്, ആസ്വാദന ടിപ്പണി ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എഴുതി തരും വേണ്ട പോലെ. അതുപോലെ നിങ്ങൾ ഒരു ശ്രമം നടത്തി നോക്കുക. ഇതിൽ पुल बनी थी माँ से क्या तात्पर्य है, बूढ़ा रखी है माँ, इसका आशय क्या है, माँ आखिर माँ की तो है, इसमें आपने क्या समझा. ഈ 3 ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ നിങ്ങളുടെ പരിശ്രമം നടത്തി നോക്കുക, നമ്മൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഒരു ചോദ്യമുണ്ട്, വൃദ്ധാശ്രമേ रहने वाली माँ किसके बारे में सोचती है, വൃദ്ധാശ്രമത്തിൽ താമസിക്കുന്ന അമ്മ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വൃദ്ധാശ്രമേ रहने वाली माँ किसके बारे में सोचती है. അപ്പൊ കിസ്കെ എന്ന് പറഞ്ഞാൽ കിസ് ഒഴിവാക്കിയിട്ട് കെ അവിടെ കൂട്ടിച്ചേർക്കുക. കിസിന്റെ ഭാഗത്ത് എന്താ ചേർക്കേണ്ടതെന്ന് അറിയോ, ബേട്ടോങ്കെ എന്നാ, അല്ലെങ്കിൽ സന്താനോങ്കെ, അല്ലെങ്കിൽ ബച്ചോങ്കെ ബാരേമേ സോച്തി ഹേ. അതാണ് ആ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. പിന്നെ എൻ്റെ ഗ്രാമറാണ് ഭാഗം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം.